ഓണസദ്യ പൂർണ്ണമാകണമെങ്കിൽ പായസമില്ലാതെ ഓണസദ്യ പൂർണ്ണമാകത്തില്ല. നമുക്ക് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 കരിക്കാണ് എടുത്തു വച്ചിരിക്കുന്നത്. കരിക്ക് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: 2 കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പഞ്ചസാര, ചൗവരി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചൗവരി 2-3 പ്രാവശ്യം കഴുകി നെകക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. അത് ആ വെള്ളമെല്ലാം വലിഞ്ഞ് ചൗവരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നീട് വേണ്ടത് പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് കിസ്മിസും പറങ്ങാണ്ടി, നെയ്യ് വേണം. പിന്നീട് വേണ്ടത് പാലാണ്. നമുക്ക് ആദ്യമേ ഈ കരിക്ക് ഒരു പാത്രത്തിലോട്ട് ചീകിയെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ചീകിയെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചീകുമ്പോൾ കരിക്കിങ്ങി കിട്ടും. ഞാൻ കുറച്ച് പായസമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 കരിക്ക് എടുത്തിരിക്കുന്നത്. ഏറെ പായസം വേണമെങ്കിൽ ഏറെ കരിക്ക് എടുക്കാം. ഏകദേശം ഒരു 1/2 ലിറ്റർ പാലിൻ്റെ പായസമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇതും കൂടെ നമുക്കൊന്ന് എടുക്കട്ടെ. കരിക്ക് ചീകിയെടുത്തു. ഇതിൽ നിന്ന് കുറച്ച് കട്ടിയുള്ള ഭാഗം നോക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം, കുറച്ച് പാല് ചേർത്ത്. ഈ സമയം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് കരിക്ക് അരച്ചുകൊണ്ട് വരാം. നമുക്ക് പാലൊഴിച്ചു കൊടുക്കാമേ. ഞാനിപ്പോൾ ഏകദേശം 1/2 ലിറ്റർ പാലേ എടുത്തിട്ടുള്ളൂ. കുറച്ച് പാല് മിച്ചം വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ തേങ്ങ അരയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഏകദേശം പകുതിയോളം കരിക്ക് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടു. ഇനി ഇത് സ്വല്പം പാല് ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. പാല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് ചൂടായിട്ട് വരട്ടെ. പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കരിക്ക് മിശ്രിതം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് സ്വല്പം പാലെടുത്തിട്ട് ഈ മിക്സിക്കകത്ത് പിടിച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് ഒന്ന് കലക്കി ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. നമ്മൾ അരച്ച കരിക്ക് ചേർത്ത കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് നമുക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരി ഞാൻ ഒരു 2 സ്പൂൺ ചൗവരി ചെറിയ സ്പൂണിന് ചേർത്ത് കൊടുക്കുന്നു. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഈ പായസം അങ്ങ് കൊഴുത്ത് വല്ലാതെയാകും. ഇനി ഈ ചൗവരിയും ഈ കരിക്കും കൂടെ വെന്ത് വരുന്നത് വരെ നമുക്ക് തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതേ സമയം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് കരിക്ക്, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിലോട്ട് ചേർക്കാനുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കരിക്ക് കടിക്കുകയും ചെയ്യാം, കരിക്കിൻ്റെ ടേസ്റ്റ് വരികയും ചെയ്യും അരച്ച് ചേർത്തതുകൊണ്ട്. ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ആ സമയം കൊണ്ട് കരിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. നമ്മുടെ പാലും കരിക്കരച്ചതും ചൗവരിയും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതൊരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചൗവരി ഏകദേശം വേവാറായി. ചൗവരി വേവുന്നതിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗവരി നോക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ചൗവരി വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ ഇപ്പോൾ ചൗവരി വെന്തു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കരിക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കരിക്കും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര, ഏലക്ക പൊടിച്ചത് ഒക്കെ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ചൗവരി വേവുന്ന താമസമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഓണത്തിൻ്റെ അന്ന് എല്ലാ കറികളും വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടത്തില്ല.
അങ്ങനെ വരുമ്പോഴേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസം, എന്നാൽ വളരെ സ്വാദുള്ളതുമായിരിക്കണം. അങ്ങനെ ഒരു പായസമാണ് ഈ കരിക്ക് പായസം. തേങ്ങ ഒന്ന് വെന്ത് വരുന്നത്, കരിക്കൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കരിക്കിട്ടതും ചൗവരിയും എല്ലാം വെന്ത് നല്ലതായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഈ കപ്പിന് ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 100 ഗ്രാമോളം കാണും. അത്രയും പഞ്ചസാര ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അടിക്ക് പിടിക്കും. പഞ്ചസാരയും ചൗവരിയും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് കൈ കിടക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇവിടെ പഞ്ചസാര എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. പായസം എന്താ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് വാങ്ങിയിട്ട് പറങ്ങാണ്ടി മുന്തിരിങ്ങായും വറുത്ത് ചേർക്കാം നെയ്യിൽ. നമ്മൾ പാത്രം അടുപ്പത്തോട്ട് വെച്ചു. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അധികം നെയ്യ് ഒഴിക്കരുത്, കാരണം കരിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം നല്ല മുൻപിൽ നിൽക്കേണ്ടത്. നെയ്യ് ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെയ്യുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരുന്നത്. അതുകൊണ്ട് ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആദ്യം ഇതിലേക്ക് നമുക്ക് പറങ്ങാണ്ടി ഇട്ട് വറുത്ത് കൊടുക്കാം. പറങ്ങാണ്ടി ഏകദേശം ഒരു മൂപ്പാവുമ്പോൾ നമുക്ക് മുന്തിരിങ്ങായും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. പറങ്ങാണ്ടി ഏകദേശം ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. മുന്തിരിങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ പറങ്ങാണ്ടി മുന്തിരിങ്ങായും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പായസത്തിലോട്ട്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കരിക്ക് പായസം തയ്യാറായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, എന്നാൽ നല്ല രുചിയുള്ളൊരു പായസമാണ്. എല്ലാവരും ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കരിക്ക് പായസം എങ്ങനെയുണ്ട്.